അങ്ങനെ ഞാനും ഉണ്ടാക്കി ബൻ മസ്ക. അത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഞാൻ ബന്നെടുത്തിട്ടോ. ബ്രെഡിന് മാറിപ്പോയതാണ്. ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായപ്പൊടി ഇട്ട് വെള്ളം പാർന്ന് ഇളക്കായിട്ട് കുക്കറിൽ അടിച്ച് കൂക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് ബന്നൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ടോസ്റ്റ് ചെയ്തെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കേട്ട് അതുകൊണ്ട്. എന്നിട്ട് നമുക്ക് 1 2 3 വിസിൽ കഴിഞ്ഞു. ബട്ടർ എടുത്തു. ബട്ടറിൽ ചതിപ്പെട്ടിട്ടോ. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിന് പകരം ഫ്രീസ് ചെയ്ത ബട്ടറാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ക്രീം ഫ്ലഫി ആയില്ല, പക്ഷേ ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എന്നിട്ട് പാല്, ഇറാനി ചായക്കുള്ള പാല് ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡ് ചേർത്തി ബ്രെഡൊന്ന് നടുവൊന്ന് അങ്ങനെ പൊളിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് എങ്ങനെയാണോ ബൻ മസ്കയുടെ പുറത്തും ഉള്ളിലൊക്കെ നല്ലപോലെ ക്രീം സ്പ്രെഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടോ. പുറത്തുണ്ടല്ലോ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നൊരു സംഭവം. അങ്ങനെ ആയാലല്ലേ ബൻ മസ്ക ആവുള്ളൂ. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചായക്ക് വേണ്ടി പകുതി ഗ്ലാസ് കട്ടനും പകുതി പാലും ഒഴിച്ചു. ചായ റെഡിയായി. ചായ ഞാൻ എൻ്റെ മോളെ കൊണ്ടാണ് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യിക്കണത്. ഓളെ എക്സ്പ്രഷൻ കേട്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കേട്ടോ സൂപ്പറാണെന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചായയിലൊന്ന് മുക്കി കഴിച്ചു. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.